ഹലോ, അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ബേസിക്കലി ഒരു കോസി ഈവനിങ് വ്ളോഗ് പോലെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു വീഡിയോയിൽ. ഞാനൊരു 6:30 ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ വീട്ടിലെത്തുക. അപ്പം അതിന് ശേഷമുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റേതായിട്ടുള്ള ഹോബീസ്, മെൻ്റൽ ഹെൽത്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്. ഇപ്പം എനിക്കൊരു മെയിൻ ജോബും ഉണ്ട്, സൈഡ് ഹസിലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കും നമ്മുടെ ഹോബീസിനൊക്കെ വേണ്ടിയിട്ടും ടൈം കണ്ടെത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ജോബിനൊക്കെ പോകാൻ തുടങ്ങിയതിന് ശേഷം. ബട്ട് ഇപ്പം വീണ്ടും തിരിച്ച് അതിലേക്കൊക്കെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് ഈ ജേർണലിംഗ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ നിങ്ങൾക്കറിയാം, ഞാൻ ഫ്രീലാൻസിങ് ചെയ്യുന്നുണ്ട്, ഓൺടർപ്രണർ ആണ്, അതിൻ്റെ ഒപ്പം കോണ്ടന്റ് ക്രിയേഷനും ചെയ്യുന്നുണ്ട്. സോ ഇതെൻ്റെ സൈഡ് ഹസിൽസ് ആണ് ഇപ്പം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ജോലിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ലാതെ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉണ്ടാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ എന്ത് ജോലി ആയിക്കോട്ടെ, എത്ര സാലറി ഉള്ള ജോബ് ആയിക്കോട്ടെ, എത്ര സെക്യൂരിറ്റി ഉള്ള ജോബ് ആയിക്കോട്ടെ, ഒരു സൈഡ് ഹസിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഞാൻ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം അത് ചെയ്യുന്നതൊരു എക്സ്ട്രാ എഫേർട്ടായിട്ട് എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് തന്നെ അത് ഞാൻ സ്മൂത്തായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. കുറച്ചൊരു ടൈം മാനേജ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ജോബിന് ചേർന്നതിന് ശേഷം. ഇപ്പോൾ നമുക്കൊരു ജോബായി എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് നിർത്തരുത്. കാരണം ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കരിയർ ഗ്രോത്തിന്, പേഴ്സണൽ ഗ്രോത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയായിരിക്കും എല്ലാ കാലത്തും ഉണ്ടാവുക. അതുപോലെ നമ്മൾ നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പോൾ സ്കില്ല് നമ്മൾ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം നമ്മൾ പലരും പറയുന്നൊരു കാര്യമാണ് AI വരുമ്പോൾ നമുക്ക് ജോലിയൊക്കെ നഷ്ടപ്പെടും എന്നുള്ളത്. അത് പകുതി ശരിയാണെങ്കിൽ പോലും ആ ഒരു ടെക്നോളജീനെ നമുക്ക് എങ്ങനെയാണ് നമ്മുടേതായ രീതിയിൽ നമ്മുടെ സ്കില്ലനുസരിച്ചിട്ട് മാറ്റിയെടുക്കാൻ പറ്റും, നമ്മുടെ ജോബിന് ഇത് ഉപകാരപ്പെടുത്താൻ പറ്റും എന്നുള്ളതാവണം നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത്. ഇപ്പം ഞാൻ തന്നെ കോണ്ടന്റ് ക്രിയേഷനിലായിക്കോട്ടെ ഒരുപാട് AI ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് എൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലൈഫിൽ എത്ര ബിസി ആയിക്കോട്ടെ നമ്മളെ സെൽഫ് കെയർ ചെയ്യുക, നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക, ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഇതൊന്നും വേറൊരാൾ വന്നിട്ട് നമ്മളെ ചെയ്തു തരില്ല. നമ്മളെ തന്നെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നെങ്കിലും മാത്രമേ നമ്മുടെ കരിയറിലായിക്കോട്ടെ, പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ നല്ലൊരു ഗ്രോത്തും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.